സാധനങ്ങളുടെ രീതിയിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ വൈകിയ സമയമായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം എന്ന വിഷയത്തിൽ നമുക്ക് പഠിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ചില മുതൂനുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം. നമ്മുടെ ആദർശം എന്ന് പറയുന്നത് തങ്ങളും അവിടെ നിങ്ങോട്ട് അവിടുത്തെ ശിഷ്യന്മാർ സമൂഹത്തിന് കൈമാറി തന്ന ഈ ആദർശം. നാം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നാം ആണ്. എന്ന് പറഞ്ഞ ആ നാം ആണ്. എന്ന് പറഞ്ഞ ആ നാം ആണ്. പറഞ്ഞ ആ നാം ആണ്. ആ ആദർശം എന്താണ്? അത് പരിശുദ്ധ ഖുർആനിനെ വ്യക്തമായി നാം മനസ്സിലാക്കുമ്പോൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ രണ്ടാമത്തെ സൂറത്തിലെ ഒന്നാമത്തെ ആയത്തിൽ അല്ലെങ്കിൽ അതിനോട് അടുത്ത ആയത്തിൽ വളരെ കൃത്യമായി പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽമുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ അടയാളമായി, ഒന്നാമത്തെ സിഫത്തായി, ഒന്നാമത്തെ വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ്. ഗൈബ് എന്ന് പറഞ്ഞാൽ അത് മസ്ദറാണ്. അത് മുബാലഗത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു. ഗൈബായ കാര്യത്തെ സംബന്ധിച്ച് ഗൈബാകുക എന്ന് പറയുന്നത് നിസ്സംഗിയാണെന്ന് നമുക്കറിയാം. ചിലർക്ക് ഗൈബായത് മറ്റു ചിലർക്ക് ഷാഹിദാവാം. ഇന്ന് നമുക്ക് നാം മനസ്സിലാക്കുന്ന പലതും നാം മനസ്സിലാക്കാത്ത പലതും ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്കത് അവരുടെ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ടെലസ്കോപ്പുകളെ കൊണ്ടോ മറ്റു വസ്തുക്കളെ കൊണ്ടോ അവർ കണ്ടതാണ്. അത് ആപേക്ഷികമാണ്. എന്നാൽ എന്താണ് ഈ ഗൈബ്? പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ച ഗൈബ് ബഹുമാനപ്പെട്ട ഇമാം റാദിബ് ഇസ്ഫഹാനി തങ്ങൾ പറയുന്നുണ്ട്. ഈ ഗൈബ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് المراد بالغيب ما لا يقع تحت الحواس. ما لا يقع تحت الحواس ولا تقتضيه بداية العقول، وإنما يعلم إما بواسطة علم ما أو الاستشهاد به عليه، وإما بخبر الصادق، وهو الذي دفعه قوم ولزمهم اسم الإلحاد، لأن الإلحاد دفع أخبار الغيب. تفسير الراغب الإصفهاني മഹാനവരുടെ പറയുകയാണ്, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അതിനെ ദർശിക്കാൻ സാധ്യമല്ല. പ്രത്യക്ഷത്തിൽ ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും അതിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. പെട്ടെന്ന് പതാകത്തെ കൊണ്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. പിന്നെ അതിനെ അറിയപ്പെടുക അതിന് പറ്റുന്ന ഏതെങ്കിലും ഒരു ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തണം, ഏതെങ്കിലും ഒരു ഇൽമിനെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. അല്ലെങ്കിൽ അതുകൊണ്ട് തെളിവെടുക്കണം. ഇങ്ങനെ രണ്ടാലൊരു രൂപത്തിലാണ് അറിയുക. മൂന്നാമത്തെ രൂപം കൂടി അതിനുണ്ട്. അതുപോലെയുള്ള ആളുകളും പറയുക. ഈ മൂന്ന് തരത്തിലുള്ള ഗൈബ് കൊണ്ടും വിശ്വസിക്കണം. ശാസ്ത്രീയമായി തെളിഞ്ഞതാണെങ്കിൽ അത് അംഗീകരിക്കണം. ബുദ്ധിയുള്ളവർ അത് അംഗീകരിക്കും. വിശ്വസിക്കാൻ പറ്റിയതാണെങ്കിൽ അത് അംഗീകരിക്കും. അതുപോലെ അംഗീകരിക്കാൻ പറ്റിയത് അംഗീകരിക്കും. അല്ലെങ്കിൽ അതുപോലെ തെളിവെടുത്തുകൊണ്ട് സ്ഥാപിക്കുന്നത് അംഗീകരിക്കും. മൂന്നാമത്തെ ഒന്നും ഗൈബിൽപ്പെട്ടതാണ്. അത് ശാസ്ത്രജ്ഞന്മാർ ഇതുവരെ കണ്ടെടുത്തിട്ടില്ല എന്നതുകൊണ്ട് അത് ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. അത് ഗൈബായി നിങ്ങൾക്ക് നിലനിൽക്കുന്നുവെങ്കിലും അതിനെ അറിയാനും കാണാനും കഴിയുന്നവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ.
അവര് സാധിക്കുന്നതും വസ്തുക്കളുമാണ്. അവര് പറഞ്ഞാലും അംഗീകരിക്കണം. എന്നിട്ട് പറയുന്നു ഈ മൂന്നാമത്തെ ഇനത്തെയാണ് ഒരു വിഭാഗം തള്ളിയത്. മുതലകശിക്കാർ തള്ളിയത്, തള്ളിയത്. അവർക്ക് ശാസ്ത്രം പറഞ്ഞാൽ വിശ്വസിക്കാൻ അവരൊക്കെയാണ്. ഒരു മുഴുവത്ത് പറയുമ്പോൾ ഇത് ശാസ്ത്ര നിരീക്ഷണത്തിന്റെ ഗവേഷണത്തിന്റെ വിധേയമാണോ, എന്റെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റുമോ, എങ്കിൽ അംഗീകരിക്കാൻ അവർ ഒരുക്കമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്നതുകൊണ്ട് വിശ്വസിക്കാൻ ഒരുക്കമല്ല. അതാണ് തഫ്സീറിൽ പറയുന്നത്. ഇതിനെയാണ് ഒരു വിഭാഗം ആളുകൾ എതിർത്തത്. അവർക്ക് ഇൽഹാദ് എന്ന പേര് വന്നു. ഇൽഹാദിന്റെ തുടക്കം അവിടെയാണ്. അത് ഇൽഹാദിന്റെ തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് ഇൽഹാദ് എന്ന് പറഞ്ഞാൽ ഗൈബിന്റെ അഖ്ബാറുകളെ ദഫ്അ ചെയ്യലാണ്. അത് തന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതിന്റെ പേരിൽ തള്ളിക്കളയാണ്. ഒരു കാര്യം വിശ്വസനീയമല്ലാതെ ലഭിച്ചാൽ നമുക്ക് തള്ളിക്കളയാം. വിശ്വസനീയമായി ലഭിച്ച ഒരു കാര്യം അത് തന്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണ് എന്നതുകൊണ്ട് തള്ളിക്കളയിൽ മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ സിഫത്ത് അവർക്കില്ല. അതുകൊണ്ട് മുത്തഖീങ്ങൾ ഇതിനെ തള്ളുന്ന ആളുകൾ അവർ മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ സിഫത്തിനെ നഷ്ടപ്പെടുത്തിയവരാകുന്നു. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇനി നിങ്ങൾ എന്താണ് ഈ വൈബിനെയും നമുക്ക് പറയാം. ഈ വൈബ് എന്ന് പറയുന്നതുകൊണ്ട് വൈകിയായ മുഖയ്യമായ കാര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം അസ്ബാബുകൾ മുഖയ്യമായ അഭൗതികമായ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ കാരണമായി മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ അസ്ബാബുകളുണ്ട്. ഇതും വൈബാണ്. ഖുർആൻ ആ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ബഖറ എന്നാണ്. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അടക്കാമ്പാണ് വൈബ് കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് സൂറത്തുൽ ബഖറ എന്ന് പേരിട്ടത്. എന്താ ബഖറയുടെ ചരിത്രം? ഒരാൾ മരിച്ചപ്പോ വേറെ ഒരു പശുവിനെ കൊന്നിട്ട് ആ പശുവിന്റെ ഒരൽപ്പം എടുത്തിട്ട് ഈ മയ്യത്തിനെ അടിക്കാൻ പറയാണ്. എന്നിട്ട് ഹയാത്താവുക. ഇത് ഏത് ശാസ്ത്രം കൊണ്ടാണ് അത് അടിക്കാൻ പറ്റുക? ഏത് ശാസ്ത്രം കൊണ്ടാണ്, ഏത് ബുദ്ധി കൊണ്ടാണ് ഇത് അംഗീകരിക്കാൻ പറ്റുക? സൂറത്തുൽ ബഖറയുടെ അകത്താമ്പ് അതിന്റെ ലുക്ക് വൈബ്, അത് അസ്ബാബാവട്ടെ അല്ലെങ്കിൽ മുസബ്ബബാവട്ടെ, ഏതായാലും വൈബ് കൊണ്ട് വിശ്വസിച്ചു കൊള്ളണം. അതില്ലാത്തവൻ അത് ഞാൻ കണ്ടതേ വിശ്വസിക്കുള്ളൂ, അതിന്റെ അപ്പുറമൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ അവരെ യഥാർത്ഥ മുത്തഖിയായി കാണാൻ കഴിയില്ല എന്ന് ഒന്നാമത്തെ സൂറത്തിൽ, അഥവാ ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ഒന്നാമത്തെ സൂറത്തിൽ ആദ്യത്തെ ആയത്തിൽ തന്നെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സൂറത്തിൽ പേരെന്ന് വെച്ചത്. ഇനി നിങ്ങൾ ആ സൂറത്തിലെ ആയാത്തുകൾ എടുത്തു നോക്ക്. അവിടെ കാണാം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു വടി കൊണ്ട് ഒരു പർവ്വതത്തിൽ അടിച്ചിട്ട് വെള്ളം കൊണ്ടുവരുന്ന പരിപാടി ഏത് ശാസ്ത്രത്തിലുള്ളത്? അത് സബബാണ്, വൈദികമായ സബബാണ്, അഭൗതികമായ സബബാണ്. അസ്ബാബിന്റെ കൂട്ടത്തിലും അഭൗതികങ്ങളുണ്ട്. അങ്ങനെ അംഗീകരിച്ചിട്ടേ മുസ്ലിമാവുള്ളൂ. ഒരു മുസ്ലിമിന്റെ ആദ്യത്തെ അടയാളം അതാണ്. ഇനി നമുക്ക് പർവ്വതത്തെ അവരുടെ തലയിൽ ഉയർത്തി ഏത് ശാസ്ത്രം കൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതുപോലെ ഒരാള് സ്വർണത്തിന്റെ പശു ഉണ്ടാക്കി. സ്വർണത്തിന്റെ പശുവിനെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിൽ പറയുന്നു, സൂറത്തുൽ ത്വാഹയിൽ പറയുന്നുണ്ട്. ഒട്ടകത്തിന്റെ കുതിരയുടെ ഉടമ്പടി തട്ടുന്ന മണ്ണ് ഹയാത്താവുന്നത് ഞാൻ കണ്ടു. ആ മണ്ണിന് ജീവൻ വെക്കുന്നത് ഞാൻ കണ്ടു. അതിനാൽ കുറച്ചെടുത്ത് വെച്ചിരുന്നു. അത് ഈ പശുവിനെ ക്ഷമിച്ചു എന്നാ പറഞ്ഞത്. ഇതൊരു ശാസ്ത്രം? ഇതൊക്കെ ശാസ്ത്രം അംഗീകരിക്കുമോ? അപ്പോ വസ്തുക്കൾ മുഖയ്യമായ മുസബ്ബബ് മാത്രമല്ല, അല്ലാഹുവും ബഅസും ജന്നത്തും സിറാത്തും ഇതൊക്കെ മാത്രമല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലും വൈദികമായ അസ്ബാബുകൾ ഉണ്ടെന്ന് അംഗീകരിക്കുക എന്നത് മുത്തഖിയുടെ നിർബന്ധമായ ഒന്നാമത്തെ വിശേഷമാണ് എന്നാണ് സൂറത്തുൽ ബഖറയിൽ പറയുന്നത്. അതുപോലെ ഈ അസ്ബാബുകളിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. സൂറത്തുൽ ബഖറയിൽ സിഹറിനെ സംബന്ധിച്ച് പറയുന്നത് അത് വൈദികമായ സബബാണ്. അത് ചീത്ത സബബായിരിക്കാം, പക്ഷേ അത് വൈദികമായ അഭൗതികമായ സബബാണ്. അതിനെയും തള്ളിക്കളയാൻ പറ്റൂല. അതുകൊണ്ട് അൽ ബഖറ സൂറത്തിൽ തന്നെ ആ വിഷയം കൂടി പറഞ്ഞത്.
അങ്ങനെ ഞാനിങ്ങനെ നീട്ടി പറയുന്നില്ല. ഇനി നിങ്ങൾ പരിശോധിച്ചാൽ എണ്ണി ആയത്തുകൾ നമുക്ക് പറയാൻ പറ്റും. അതിലൊക്കെ അല്ലാഹു വിശദീകരിക്കുന്നത് ഗൈബിയായ അസ്ബാബുകളെ സംബന്ധിച്ചാണ്. 100 വർഷം മരിച്ചാൽ എന്ന് പറഞ്ഞു അതും സൂറത്തുൽ ബഖറയിലുണ്ട്. അതും സൂറത്തുൽ ബഖറയിലുണ്ട്. അതുപോലെ ഇതിന് സമാനമായി ഇതുപോലെയുള്ള ഹദീസുകൾ മിഅ്റാജിന്റെ ഹദീസ് വന്നപ്പോ, മിഅ്റാജിന്റെ സംഭവം വന്നപ്പോ അത് എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുമോ എന്ന് ചോദിച്ചാൽ അവൻ മുസ്ലിമല്ല. അത് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊള്ളണം. അങ്ങനെ വിശ്വസനീയമായി കിട്ടിയാൽ അത് അംഗീകരിക്കണം. അപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പെട്ടെന്ന് ആദത്തിന് എതിരായ സംഗതി കാണുമ്പോൾ, ആ രൂപത്തിലുള്ള അഭൗതികമായ ഒരു സബബിനെ നമ്മൾ കാണുമ്പോൾ അത് എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇത് വിപരീതമാണ്, സഫാഹത്താണ്, ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞു തള്ളുന്നത് ഇസ്ലാമല്ല. ആ പറഞ്ഞാൽ വിശ്വാസയോഗ്യനല്ല, അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അത് വേറെ വിഷയം. പക്ഷെ ഇത് എന്റെ ബുദ്ധി കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഇത് അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞു തള്ളുന്നത് ഇസ്ലാമല്ല എന്നാണ് സൂറത്തുൽ ബഖറ പഠിപ്പിക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന ആധാരമാണ്. ഈ നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിൽ അല്ലാഹു പറഞ്ഞു, റസൂൽ പറഞ്ഞു, വിശ്വാസയോഗ്യമായി കിട്ടി, ഞാൻ അംഗീകരിച്ചു. അതാണ് ഈമാൻ. ഈമാനിന്റെ അടിത്തറ അവിടെയാണ്. അതുകൊണ്ടാണ് അല്ലദീന യുമിനൂന ബിൽ ഗൈബി എന്ന് പറഞ്ഞു തുടങ്ങി അഊദു അലാ ബദർ എന്ന് പറഞ്ഞ പോലെ എങ്ങനെ തുടങ്ങിയോ അങ്ങനെ അല്ലാഹു അവസാനിപ്പിക്കുന്നു. മുഅ്മിനിന്റെ അടയാളം ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്ന് പറഞ്ഞിട്ട് വഖാലു സമിഅനാ വഅതഅനാ. എന്റെ ബുദ്ധിക്ക് നിരക്കട്ടെ നിരക്കാതിരിക്കട്ടെ, ഞാൻ കേട്ടു, ഞാൻ അംഗീകരിച്ചു. ഈ നിലക്കുള്ള മുത്തലമായ നിരുപാധികമായ അംഗീകാരം, ഉൾക്കൊള്ളൽ, ഇതാണ് ദീനിന്റെ അടിസ്ഥാനം. സൂറത്തുൽ ബഖറ മുഴുവനും പരിശോധിച്ചാൽ അതിന്റെ ആ തീം, അതിന്റെ പ്രധാനമായ അധ്യാപനം ഇതിൽ കേന്ദ്രീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. മറ്റു പലതുകൊണ്ട് അത് ആ വിഷയം പറയുമ്പോൾ പറയാം, ഈ വിഷയം പറയുമ്പോൾ ഈ നിലക്കാണ് ഇതിനെ മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ടാണ് അപ്പോ ഒഴിവ് കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥത്തിൽ ഉള്ള വിശ്വാസം, അതുകൊണ്ട് പൂർണ്ണമായി അംഗീകരിക്കുക. അതിനെ പിന്നെ അവിടെ ചോദ്യം ചെയ്യുന്ന വകുപ്പില്ല. ഈ രൂപത്തിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ വിശ്വാസമാവുകയുള്ളൂ. ഇതുകൊണ്ടാണ് പല ആയാത്തുകളിലും സൂറത്തുൻ നിസായിൽ അങ്ങനെ തുടങ്ങി പല ആയാത്തുകളിലും വമൻ യഅമൽ മിനസ് സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ. ആഖിറത്തിൽ വിശ്വസിക്കുന്നവരല്ലാതെ വമൻ അറാദൽ ആഖിറത, മുഅ്മിനല്ലാതെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കില്ലല്ലോ. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ. ഈ ഖൽബ് കൊണ്ടുള്ള ആ ഒരു ഇൻഖിയാദ്, ആ ഒരു അനുസരണ തന്റെ ബുദ്ധിക്ക് അതീതമാണെങ്കിൽ പോലും അല്ലാഹു പറഞ്ഞോ റസൂൽ പറഞ്ഞോ അവിധത്തിൽ വിശ്വസനീയമായി ലഭിച്ചോ അത് അംഗീകരിക്കുന്ന സ്വഭാവം, അതാണ് ഇസ്ലാമിന്റെ ഈമാനിന്റെ അകക്കാമ്പ് എന്നാണ് ഈ പറഞ്ഞതിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഞാൻ മറ്റൊരു പോയിന്റിലേക്ക് കടക്കുകയാണ്, പണ്ഡിതന്മാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പോയിന്റ്. ഇതുകൊണ്ടാണ് ഈ ഒരു വിശ്വാസം അല്ലാഹു എന്ന് പറഞ്ഞു അതിനെ അംഗീകരിക്കുന്നു, അതിനു വേണ്ടി സർവ്വവും സമർപ്പിക്കുന്നു, ആ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്നു. അതിന്റെ പേരാണ് ദുആ. ദുആ എന്ന് പറഞ്ഞാൽ കൈയുയർത്തി ദുആ ചെയ്യുക എന്നല്ല, അതതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അദ്ദുആഉ ഹുവൽ ഇബാദ. അദ്ദുആഉ ഹുവൽ ഇബാദ. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ, ഞാൻ ചുരുക്കി പറയുന്നത് കൊണ്ട് പറയട്ടെ, ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ وأجيب عنه بأن الدعاء هو اعتراف بالعبودية والذلة والمسكنة. എന്നാണ് യഥാർത്ഥത്തിൽ ദുആയുടെ അർത്ഥം? മറ്റൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഇമാം ഖബരി റിപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട റാസി തന്നെ പറയുന്ന മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അന്ന ദുആ അല്ലാഹി ഇന്നമാ ഹുവ ഇബാദത്തുഹു വമസ്അലതുഹു. ഈ ദുആ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കലാണ്, അല്ലാഹുവിനോട് ചോദിക്കലാണ്. എന്തുകൊണ്ട്? നാവ് കൊണ്ട് ചോദിക്കാനല്ല, ബിൽ അമലി, അമൽ കൊണ്ട് ചോദിക്കലാണ്. ഈ ദുആയാണ്, ഈ ഒരു വിശ്വാസമാണ് സഈനെ ഇബാദത്താക്കിയത്. അതങ്ങോട്ട് കൊണ്ട് ഓടല്ലേ,
അത് വേറൊരുത്തരോടെയാണ് വിവാഹമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ സഹി കൊണ്ട് ഇത് അല്ലാഹുവിനെ അനുസരിക്കണം എന്ന ചോദ്യം അവിടെയില്ല. ഇതുകൊണ്ട് റബ്ബിന്റെ പൊരുത്തം വേണം. ഒരു കല്ലിനെ പോയി ചുംബിക്കുന്നതും മറ്റൊരു കല്ലിനെ പോയി എറിയുന്നതും ഇബാദത്തായത് ഈ ദുആഇലുള്ളത് കൊണ്ടാണ്. ആ കല്ലിനെ ചുംബിക്കുമ്പോൾ മനസ്സ് കിടക്കുകയാണ്. ഈ കല്ലിനെ എറിയുമ്പോഴും അല്ലാഹുവിന്റെ ഖശിയത്താൽ മനസ്സ് കിടക്കുകയാണ്. ഈ ഇബ്തിഹാൽ, ഈ ഒരു ഇൻഖിയാദ്, ഇതാണ് ദുആ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തന്നെ മറ്റൊരു ഹദീസിൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദുആഉ മുഖുൽ ഇബാദ. അദ്ദുആഉ മുഖുൽ ഇബാദ എന്ന് പഠിപ്പിച്ച അതേ റസൂൽ പഠിപ്പിക്കുകയാണ്. അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ മജ്ജയാണ്. അത് കാണില്ല, അത് പുറത്തുള്ളതല്ല, അത് മജ്ജയാണ്. ഒരാൾ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ ഇബാദത്ത് ദുആയാവൂല. അത് മനസ്സിലുള്ള ആ ഇബ്തിഹാൽ ഉണ്ടായിരിക്കണം. അതാണ് വഹഖീഖത്തു ദുആഇ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു ജല്ല ജലാലുഹു അൽ-ഇനായ വസ്തിംദാദുഹു ഇയ്യാഹു അൽ-മഅൂന. ഇതും തഫ്സീർ റാസിയിലുണ്ട്. സമാനമായ മറ്റു പല ഇബാദത്തുകളും ബഹുമാനപ്പെട്ട ലുഹാബുൽ എന്ന് പറയുന്ന തഫ്സീറിലുണ്ട്. അതുപോലെയുള്ള തഫ്സീറുകളൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പൊ ഈ വിധത്തിൽ മുത്തലഖായ ആ ഒരു ഇൻഖിയാദ്, ആ ഒരു അനുസരണം, കീഴ്പ്പെടൽ, അതാണ് ഒരു മുഅ്മിനിന്റെ മുത്തഖിയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ദീൻ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ വിശ്വസിക്കലാണോ? ബുദ്ധിക്ക് യാതൊരു വിലയില്ലേ, തെളിവൊന്നുമില്ലാതെ മനുഷ്യനെ മയക്കുന്ന തറുപ്പാണെന്നൊക്കെ പറഞ്ഞത് ശരിയാണോ എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇതിനൊക്കെ അടിസ്ഥാനപരമായ തെളിവുകളുണ്ട്. അത് ഒന്നാമത്തെ തെളിവ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകത്ത് അല്ലാഹു ആയാത്തുകൾ നിറച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്. എന്നാൽ കൃത്യമായ തെളിവുകളിൽ ഒന്നാമത്തെ തെളിവ്, ഈ തെളിവുകളില്ലാതെ വിശ്വസിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന തമോദ്രവ്യവും തമോഊർജവും ലോകത്താരോ കണ്ടിട്ടുള്ളത് ശാസ്ത്രജ്ഞന്മാരല്ലാതെ ഈ ലോകത്തുള്ള വസ്തുക്കളിൽ അതിന്റെ 90% കേന്ദ്രീകരിക്കുന്നത് തമോദ്രവ്യത്തെയും തമോ ഊർജത്തെയും ആസ്പദമാക്കിയിട്ടാണ് എന്നല്ലേ നമ്മൾ ഇത് അംഗീകരിക്കുന്നില്ലേ? നിങ്ങൾ ആരാ കണ്ടത്? കാണാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ സാധനം. പക്ഷേ ശാസ്ത്രം അതിനെ അംഗീകരിച്ചു. ശാസ്ത്രം അംഗീകരിച്ചു, നമ്മൾ അംഗീകരിക്കുന്നു. അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമ്മൾ അംഗീകരിക്കുന്നു. അങ്ങനെ എന്തെല്ലാം ഇവിടെ ഉണ്ട്, അതിനെ അംഗീകരിച്ചേ പറ്റൂ. നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ തന്നെ, നമ്മുടെ കൂടെയുള്ള ഈ ഭൗതിക ലോകത്തുള്ള വസ്തുക്കളെ, നമ്മുടെ ശരീരത്തിലുള്ള വസ്തുക്കളെ തന്നെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയാത്തത് എന്തൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പിന്നെ ഖാലിഖായ റബ്ബിനെ കാണണം എന്ന് പറഞ്ഞപ്പോ എന്താ അല്ലാഹു തആല പറഞ്ഞത്? അത്ര വലിയ അപകടകരമായ വാദമല്ലേ? സ്വന്തം ശരീരത്തെ കാണാൻ കഴിയാത്ത മനുഷ്യൻ, തമോദ്രവ്യത്തെ കാണാൻ കഴിയാത്ത മനുഷ്യൻ, സൂക്ഷ്മജീവികളെ കാണാൻ കഴിയാത്ത മനുഷ്യൻ റബ്ബിനെ കാണണമെന്ന് പറഞ്ഞാൽ എത്ര വലിയ വിഡിത്തമാണ്. അതുകൊണ്ടാണ് അല്ലാഹു അതിനെ വളരെ ഗൗരവത്തിൽ പറഞ്ഞത്. ഖാലല്ലദീന ലാ യഅലമൂന ലൗലാ യുകല്ലിമുന അല്ലാഹ് ഔ തഅതീന ആയ. ഖാലല്ലദീന ലാ യഅലമൂന, ഒരു വിവരമില്ലാത്തവരെ അങ്ങനെ പറയുന്നു. ഖാലിഖും മഖ്ലൂഖുമായ അത്തരം പറയാത്തവരെ പറയൂ. അല്ലാഹു എന്ന് പറഞ്ഞാൽ ഖാലിഖാൻ, മഅബൂദാൻ. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഓരോ കൃത്യമായി നിയന്ത്രിക്കുന്ന റബ്ബ്. എന്തൊരു പൂർവ്വത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് ഹിജാബുൻ നൂർ, അല്ലാഹുവിന്റെ ഹിജാബുണ്ട്. ഒന്നല്ല, എത്രയോ ഹിജാബുണ്ട്. ലോകശബഹു ലാ യറദു സുബ്ഹാന വജ്ഹി മൻ തഹാ ഇലൈഹി ബസറു. അല്ലാഹുവിന്റെ ഹിജാബ് നൂറാണ്. അതിനെ അല്ലാഹു തുറന്നുവിട്ടാൽ പ്രപഞ്ചം നശിച്ചു പോകും. അതുകൊണ്ടാണ് ഖലീഫ തന്നെ ആവശ്യമാവേണ്ടി വന്നത്. ആവശ്യമായത് ഖലീഫ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. നേരിട്ട് പഠിച്ചു സ്വീകരിക്കാൻ ഈ പ്രപഞ്ചത്തിന് സാധ്യമല്ല, ഖലീഫമാര് വേണം. അപ്പൊ അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. അതങ്ങനെ സാധിക്കുന്നത് ബുദ്ധിപരമാണ്. പിന്നെ അല്ലാഹു വെറുതെ വിശ്വസിക്കാൻ പറയല്ല. പ്രപഞ്ചത്തിൽ അല്ലാഹുവിന്റെ ആയാത്തുകളെ വിന്യസിച്ചു അല്ലാഹു. അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂലിന്റെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ അവരുടെ ഓരോ ഹറകാത്തും ബറാഹീനു ഖാതിഅ, അത് ശക്തമായ തെളിവുകളല്ലേ, അത് നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളല്ലേ. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
ജാഅകും ബുർഹാനും മിൻ റബ്ബിക്കും ഖദ് ജാഅകും ബുർഹാനും മിൻ റബ്ബിക്കും അൽ ഖുർആൻ ഹുവ അൽ ഹുജ്ജത്തു ദാമിറ സാക്ഷിയും ലവലേശമാക്കിയാകുകയില്ല അവിധത്തിലുള്ള തെളിവിനാണ് ഖുർആൻ എന്ന് പറയാ. ആരാണ് ഖുർആൻ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പറയുന്നത് വഅൻസൽനാഇലൈക്കും നൂറൻ മുബീനാ ഖദ് ജാഅകും ഖുർആനും മിൻ റബ്ബിക്കും വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീനാ. അൽ ഖുർആൻ ഹുവ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നൂറുൽ മുബീൻ ഹുവ അൽ ഖുർആൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ ഖുർആനാണ്. ഞാനത് വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് മറ്റൊരായത്തിൽ യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദാ തഫ്സീർ റാസിഖില്ലാം ഐ ഷാഹിദ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവല്ല ഇലാഹില്ല എന്നതിന്റെ തെളിവ് റസൂൽ പറയും. റസൂൽ മുത്തഖിയല്ല ലം യകുൻ മുത്തഖിയൻ ബൽ കാന ഷാഹിദാ. الرسول صلى الله عليه وسلم لم يكن مدعيا يحتاج الى دليل بل كان شاهدا هو الشاهد لحياته. لو لم تكن فيه ايات مبينه لكان منظره يملك بالخبر نظره മഹാന്മാരായ സഹാബത്ത് അവരുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗമെടുത്താൽ ആരാണ് ജീവിതം കഴിയാത്തത്? റസൂലുള്ളാഹി ഖുർആനാണ്, ഷാഹിദാണ്. അതുകൊണ്ടാണ് ഈ ഖുർആനിനെ തൊട്ട് കളിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നത്. അമ്പിയാക്കൾ മാസൂമികളാണ്. അവരുടെ സുന്നത്തിനോടും അവരുടെ മഹത്വത്തിനോടും ചേരാത്ത ഒരു പ്രയോഗവും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതുണ്ടായാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ വകവെച്ച് തരുകയില്ല. അത് പരസ്യമായി പറഞ്ഞാലും ഒളിച്ചു കടത്താൻ ശ്രമിച്ചാലും അത് അംഗീകരിക്കുകയില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ തൊടാൻ പറ്റുമോ? റസൂലുള്ളാഹിയുടെ മഹത്വത്തെ തള്ളിയ പിന്നെ എങ്ങനെയുള്ള ദീനുണ്ടാവുക? റസൂലുള്ളാഹിയുടെ മഹത്വം സുന്നത്ത് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അവ്വൽ മുതൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ റസൂൽ പറയാം. നിങ്ങൾക്ക് വല്ലതും പറയാനുള്ളത് ചോദിക്കാൻ ആ വിധത്തിൽ കൊണ്ടുവന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മത്തിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതിന് കോട്ടം തട്ടുന്ന ഒരു പ്രയോഗവും നടത്താൻ പറ്റില്ല. ചെറുപ്പം മുതൽ വളർത്തിക്കൊണ്ടുവന്നു 30 വയസ്സായപ്പോൾ വിലായത്തിന്റെ അത്യുന്നതമായ പദവി നൽകി ഇൽമിന്റെ ബഹൂറുകൾ ചൊല്ലിക്കൊടുത്ത റസൂലിന് ഇൽമില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അംഗീകരിക്കൊള്ളില്ല, അവരുടെ വിലസാൻ വിട്ടുകൊടുക്കുകയില്ല. അതുകൊണ്ട് ഇസ്മത്തിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹിന്റെ മഹത്വത്തിന്റെ കാര്യത്തിൽ ആരെയും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നും കാത്തു സൂക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് തന്നെയാണ് മഹാന്മാരായ സ്വഹാബത്തിന്റെ മനഹജ് അല്ലേ? സുദീർഘ മനഹജായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇൻകാന ഖാലഹു ഫലഖദ് സദഖ. വേറെ ചോദ്യമില്ല. ഏഴാകാശത്തെ കൂടി പറയുമ്പോൾ ഇൻകാന ഖാലഹു റസൂലുള്ളാഹിനെ പറഞ്ഞോ എത്രയോ റിവായത്തുകൾ ബുഖാരിയിലടക്കമുള്ള റിവായത്തുകൾ നമുക്ക് കാണാമല്ലോ. അഖ്ബറന സ്വാദിഖുൽ മസ്ദൂഖ് സ്വല്ലല്ലാഹു അവിടെ പിന്നെ ചോദ്യമില്ല. അതല്ലാതെ കുറേ ആളുകൾ പോകുന്നത് പല സ്ഥലങ്ങളിലും രാജ്യത്ത് പുറത്തുകൊണ്ട് ഈജിപ്തിലുണ്ട്, സൗദിയിലുണ്ട്, പലയിടത്തുള്ളൂ. കുറച്ച് കാലമായി തുടങ്ങിയിട്ട് ഏതൊക്കെ ഹദീസ് വരുമ്പോഴും അത് തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുമോ എന്നാ സ്വീകരിക്കാം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും നോക്കുക, ബുഖാരിനെ പോലും അള്ളാഹ് ശ്രമിക്കുക. ഇതൊക്കെ എത്ര വലിയ അപകടമാണ്. അങ്ങനെ തള്ളിയാൽ ആത്മകഥയും തള്ളേണ്ടി വരില്ലേ? ഏത് ശാസ്ത്രമാണ് അതിനെ അംഗീകരിക്കുക? അതിന് പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തു നോക്ക്, അവരൊക്കെ അതിനെ പരിഹസിക്കും, അതിനെ തള്ളാൻ നിർബന്ധിതരാകും. അതുകൊണ്ട് ഈ വിധത്തിൽ ഇങ്ങനെ തള്ളാൻ കഴിയാൽ, ഈ അഭൗതികമായ അസ്വാബുകളെ തള്ളിയാൽ അത് നുബുവത്തിനെ തള്ളിയിലെത്തും. നുബുവത്തിനെ തള്ളിയാൽ അത് അല്ലാഹുവിനെ നിഷേധിക്കുന്നതിലേക്കെത്തും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ടാണ് തഫ്സീറുകളിൽ പറഞ്ഞത് വഹുവല്ലദീ ദഫഅഹു ഖൗമുൻ ഫനുസിബു ഇലൽ ഇൽഹാദ്. അപ്പോൾ ഒന്നാമത്തെ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആൻ അതിന്റെ ഗൗരവത്തിൽ അതിന്റെ മഹത്വത്തിൽ സൂക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പോലും പാടില്ലെന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തിക്തമായ അതിന്റെ ശിക്ഷ എന്താണെന്നറിയോ? لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم. رسول الله മഹത്വത്തെ കേൾക്കുന്ന വല്ലതും വന്നാൽ അമൽ പൊളിയും. ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك. ശിർക്ക് വന്ന അമൽ പൊളിയും. ليحبطن عملك. അതേ പ്രയോഗം أن تحبط أعمالكم. അപ്പോൾ അതിൻ്റെതായ ഗൗരവത്തിൽ കാത്തു സൂക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ മുന്നിൽ അബൂ ഖുഹാഫയുടെ മോൻ നിൽക്കുകയോ അതിനെതിരെ കാലുകൂടില്ല എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ബഹുമാനം നിലനിർത്തണം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം. രണ്ടാമത്തെ ഹുജ്ജത്ത് ഖുർആൻ. ഖുർആൻ ഏറ്റവും വലിയ ഹുജ്ജത്താണ്. അൽ ഖുർആൻ ഹുജ്ജത്തുൽ മുഹ്സിന. കുഞ്ഞുങ്ങൾ لا تدركه الأبصار وهو يدرك الأبصار. الله بصر കൊണ്ട് കാണാൻ സാധിക്കില്ല. وهو اللطيف الخبير എന്ന് പറഞ്ഞത് قد جاءكم بصائر من ربكم. നിങ്ങൾക്ക് ബസായിർ എന്ന് പറയുന്നത് ബസായിർ എന്ന് പറഞ്ഞ ജമഅ ബസീറ. ബസീറത്തിന്റെ ജമഅ തഫ്സീർ കാണാം. وهي لنفسك البصر للبدن. ശരീരത്തിന് കണ്ണെങ്ങനെയാണോ അതുപോലെയാണ് ആത്മാവിന് അല്ലെങ്കിൽ നഫ്സിന് ബസീറത്ത് എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത റബ്ബിനെ ഖൽബ് കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരുപാട് ബസായിറുകളുടെ സങ്കേതമാണ്, ഖിസാനത്താണ്, ഖജനാവാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ എന്നർത്ഥം. അതൊക്കെ നമുക്ക് വളരെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. ആ ഖുർആൻ അത് നമ്മുടെ ദസ്തൂറാണ്, നമ്മുടെ ഭരണഘടനയാണ്. അതോടൊപ്പം അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മിഴിച്ചതാണ്. അതുപോലെ എല്ലാമായ വിശുദ്ധ ഖുർആൻ അതിനെയും തൊട്ട് കളിക്കാൻ പറ്റില്ല. അതിനെ തോന്നിയതുപോലെ പന്ത് കളിക്കുന്ന പോലെ തട്ടി കളിക്കാൻ അനുവദിക്കുകയില്ല. പലരും ഈശ്വരനെ നോക്കിക്കൊണ്ട് ഖുർആൻ വ്യാഖ്യാനിക്കുന്നു, പലരും അതിനനുസരിച്ച് തിരിവുണ്ടാക്കുന്നു, മറ്റു പലരും അവർ ഏതെങ്കിലും ഭാഷ പഠിച്ചതുകൊണ്ട് ആ ഭാഷാർത്ഥങ്ങൾ നൽകിക്കൊണ്ട് ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നു. ഇതെല്ലാം അപകടമാണ്. ഖുർആൻ പർവ്വതങ്ങളിൽ ഇറങ്ങിയാൽ പർവ്വതം പിഴക്കുമെന്നാണ് പറഞ്ഞത്. പർവ്വതം പിഴക്കുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം റാസി പറയുന്നു, നീ അറിയണം أنه لما وصف القرآن بالعظم ഖുർആനിനെ അളമത്ത് കൊണ്ട് അല്ലാഹു വിശേഷിപ്പിച്ചപ്പോൾ അത് ഈ വിധത്തിൽ വിശേഷിപ്പിച്ചപ്പോൾ നമുക്കറിയാം സിഫത്തിന്റെ അളമത്ത് മൗസൂഫിന്റെ അളമത്തിനനുസരിച്ചാണ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് പറയുന്ന സിഫത്താണ്. സിഫത്തിന്റെ അളമത്ത് അതിന്റെ മൗസൂഫായ അല്ലാഹുവിന്റെ അളമത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പരിഭാഷ വായിച്ചുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ എവിടുന്നാണ് അതിന്റെ വ്യാഖ്യാനം കിട്ടുക? ഒന്നാമത്തത് അല്ലാഹുവാണ് ആദ്യം അതിനെ വിശദീകരിക്കേണ്ടത്. പിന്നീട് രണ്ടാമത് ആ റസൂൽ അല്ലാഹുവിന്റെ വ്യാഖ്യാനമനുസരിച്ച് റസൂലുള്ളാഹി വ്യാഖ്യാനിക്കണം. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ആ റസൂൽ വ്യാഖ്യാനിക്കുമ്പോൾ പിന്നീട് അത് മനസ്സിലാക്കിയ സ്വഹാബത്തും അതിനാവശ്യമായ ആരാധനകളൊക്കെ ഉലൂമുകളൊക്കെ ഒരുമിച്ച് കൂടിയ മഹാന്മാരായ അയിമ്മത്തും പറയണം. അതുകൊണ്ടാണ്
أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم. അതിന്റെ ആഴത്തിൽ അതിന്റെ ആഴിയിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള പ്രാപ്തരായ പണ്ഡിതന്മാരെ കൈകാര്യം ചെയ്യണം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ആരിലും വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇസ്മത്ത് മഹാന്മാരായ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ അവരുടെ അവർ സ്വീകരിച്ച മാനദണ്ഡങ്ങൾ അതിലൂടെ നമുക്ക് പരമ്പരയായി കിട്ടിയ നമ്മുടെ തുറാത്ത് മഹത്തായ തുറാത്ത് അതിനെ വിട്ട് കളിച്ചാൽ അപകടത്തിൽ പോകും. കാരണം അല്ലാഹുവിന്റെ തൊട്ടടുത്ത് തന്നെ പറയുന്നത് വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലത്തബഅതും ശൈത്താൻ. ഈ രൂപത്തിലുള്ള ഖുർആനെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾ പിശാചിനെ പിൻപറ്റുമെങ്കിൽ അത് പറ്റില്ല. അതുകൊണ്ട് ഖുർആൻ അതിനെ അർഹതപ്പെട്ടവർ മാത്രമേ വ്യാഖ്യാനിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞു വലിസാനുൽ അറബി ഔസഉൽ അൽസിനതി മദ്ഹബൻ വഅക്തറുഹാ അൽഫാദൻ വലാ യഅലമുഹു ഹിഫ്ദു ജമീഇ ഇൽമിഹി ഇൻസാൻ ഗൈറു നബിയ്യിൻ. അതിന്റെ ഭാഷ അത്ര വിശാലമാണ്. അതിന്റെ ആഴങ്ങൾ അതിന്റെ ഒരു പ്രവാചകനല്ലാതെ മറ്റാരും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് ഇമാം ശാഫിഈ തങ്ങൾ പറയാ. ഇമാം ശാഫിഈ ലോകത്തിൽ വിളിച്ചതാണ്. അതുപോലെ ഇമാമാണ് ബഹുമാനപ്പെട്ടവർ പറയാ. ഈ ഖുർആനാണ് പിന്നെ പന്ത് കളിക്കുന്നത് പോലെ പന്ത് കളിക്കുന്നത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ നാം അത് സൂക്ഷിക്കണം. അതിനെ കൈകാര്യം ചെയ്യുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറ. അതുകൊണ്ട് ഖുർആൻ കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാകേണ്ടുന്ന ഇൽമുകൾ ഏതൊക്കെയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് നമുക്കറിയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നു علم الموهبة يمنعهم وهو علم يورثه الله تعالى لمن عمل بما علم ولا يناله من في قلبه بدعة أو كبر. كبر الأنشمو بدعة الأنشمو قلبിലുണ്ടെങ്കിൽ ഖുർആൻ യഥാർത്ഥ മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ ബിദ്അത്തിൽ നിന്ന് നമ്മൾ സംരക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് സമസ്തകൾ ജമീഅത്തുൽ ഉലമ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചൊക്കെ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പിന്നെ ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് എന്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.